ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് വീണ്ടും ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടുന്നത്. കുറച്ച് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പിന്നെ സ്റ്റോറേജ് സ്പേസിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര വിചാരിച്ചിട്ട് എൻ്റെ ഫോണിൽ സ്പേസ് കിട്ടത്തില്ല. ഞാൻ കുത്തി 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 കുറേ സ്പേസ് ഒക്കെ ആക്കിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നവരുടെ കഷ്ടപ്പാട് നിങ്ങളിത് മനസ്സിലാക്കണം ഗൈസ്. അപ്പോൾ കുക്ക് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു മിനി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് അമ്മ പായസം വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഇന്ന് മൈൻഡ് ചെയ്തില്ല കേട്ടോ. പിന്നെ 2, 3, 4, 5, 6 വട്ടമൊക്കെ പറയുമ്പോൾ നമ്മൾ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് പായസം വെക്കാമെന്ന് വെച്ചു. അപ്പോൾ വെർമസിൽ വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കാമെന്നാണ് വെച്ചത്. അപ്പം നമ്മുടെ തനതായ രീതിയിൽ ഒരു നാടൻ രീതിയിൽ ഒരു പായസം ആക്കാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. പാലും പിന്നെ കിസ്മിസും കാഷ്നട്ടൊക്കെ നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്തൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. പിന്നെ നമ്മളൊരു ഉരുളിക്കകത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഉരുളിയിൽ ഒരു 5-10 മിനിറ്റ് മുമ്പ് കുറച്ച് ചവ്വരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അത് നമ്മൾ ഉരുളിയിലേക്ക് ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം കൂടിയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കായി വരും. അപ്പോൾ പെട്ടെന്ന് വെന്ത് വരും. ഓൾമോസ്റ്റ് എല്ലാം കുതിർന്ന് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു അധികം ടൈം എടുക്കാതെ തന്നെ പെട്ടെന്ന് ഇത് വെന്ത് വന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ വെന്ത് വന്നതിലേക്ക് ഒരു ഹാഫ് വേവൊക്കെ ആയി വന്നതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെർമസലി, ഇത് ചെറിയ സ്റ്റിക്കിൻ്റെ വെർമസലിയാണ് കേട്ടോ. നമ്മൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ അത് റോസ്റ്റ് ആയിട്ട് പാക്കറ്റിൽ വരുന്നതാണ്. അത് ഞാൻ യൂസ് ചെയ്തു. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് വരികയും ചെയ്യും കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻറ്റ് കുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി വെർമസലിയാണിത്. പിന്നെ നമ്മൾ ഇതൊന്ന് വെന്ത് കുറുകി വന്നപ്പോഴത്തേക്കിനും നമ്മളിതിലേക്ക് ഒരു പാല് തിളപ്പിച്ച് മാറ്റി വെച്ചതാണ്. അത് നമ്മൾ അരിച്ചിതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വെന്ത് വന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഷുഗറിൻ്റെ ആവശ്യക്കാർ കുറവാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് പനക്കൽക്കണ്ടാണ് കേട്ടോ. അമൃതത്തിൻ്റെ കുറച്ച് പനക്കൽക്കണ്ട് ഞാൻ അടിച്ച് മാറ്റി ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വയനയില, നമ്മൾ ഈ പള്ളികളിലൊക്കെ പോകുമ്പോൾ നേർച്ചയ്ക്കൊക്കെ പോകുമ്പം പായസം കിട്ടുന്നതിൽ നിന്ന് ഇങ്ങനെ വയനയിലൊക്കെ ഇട്ട് കിട്ടാറുണ്ട്. നല്ല മണവും ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമുക്ക് വയനയില ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വയനയില ഇട്ടപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്നു അത് വെന്തിങ്ങനെ വരുമ്പം. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് കുറച്ച് 2-3 ഏലക്കയും പിന്നെ ചൂടാക്കുകയൊന്നും വേണ്ട കേട്ടോ. പിന്നെ കുറച്ച് ജീരകവും കൂടി ഇട്ട് ചിലരിടും, ചിലരിടത്തില്ല, അങ്ങനെയാണ്. അത് ഓപ്ഷനിലാണ്. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഇട്ടു. ജീരകം കൂടി പൊടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നല്ല കുറുകി നല്ല മണമൊക്കെ വന്നു തുടങ്ങി. അത് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ്, ഇങ്ങനെ 1 ടീസ്പൂൺ നെയ്യ് മതി കേട്ടോ, ഒന്ന് തൂക്കി കൊടുക്കണം. പിന്നെ നമ്മുടെ കിസ്മിസും കാഷ്നട്ടും വറുത്ത് വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ പായസം റെഡിയാണ് കേട്ടോ. അപ്പോൾ അധികം മധുരമൊന്നും ഇല്ലാതെ നാടൻ രീതിയിലൊരു പായസമാണ്. കിസ്മിസും കാഷ്നട്ടൊക്കെ അമ്രൂസ് ഇടയ്ക്ക് വന്ന് കഴിച്ചു തീർത്തായിരുന്നു. പിന്നെ ബാക്കിയുള്ളതാണ് ഞാനിതിലിട്ടത്. പിന്നെ കഴിക്കുന്ന വീഡിയോ ഫുള്ളായിട്ട് അതിന് തൊട്ട് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം സദ്യ കഴിച്ച് ശീലമായതുകൊണ്ട് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് അതേ പാത്രത്തിൽ തന്നെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ആകെ ഒരു കോലം കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഗൈസ്, ക്ഷമിക്കണം. അപ്പോൾ പഴവും വെർമസലിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളൊരു അടിപൊളി ഊണ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പുറത്ത് നല്ല മഴയും. അപ്പം നമുക്ക് പായസമൊക്കെ കുടിക്കാനൊരു മോഹം കാണുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ കുട്ടി വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമുക്ക് വീണ്ടും അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.